ബ്രിട്ടനിൽ ഒരു തണുപ്പുള്ള രാത്രിയിൽ, മരം കോച്ചുന്ന തണുപ്പ്, ആ രാത്രിയിൽ ഒരു വൃദ്ധ തൻ്റെ നായ്ക്കുട്ടിയുമായി തൻ്റെ വീട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. സാധാരണ അവിടെയുള്ള ബസ്സുകളിൽ യാത്രക്കാർക്കൊരു നിയമം ഉണ്ടായിരുന്നു. അവർ സാധാരണഗതിയിൽ നായ്ക്കുട്ടികളുമായിട്ടൊക്കെ പോകുന്നൊരു രീതിയുണ്ട്. അങ്ങനെ പെറ്റ്സുമായിട്ടൊക്കെ വരുന്ന ആളുകൾ ബസ്സിൽ കയറുമ്പോൾ അവർ ബസ്സിൻ്റെ മുകളിലത്തെ ഡക്കിൽ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. 2 ഡക്കുകൾ നമുക്കറിയാമല്ലോ, ഇവിടെയും കേരളത്തിലൊക്കെ ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, ഡബിൾ ഡക്കർ ബസ്. അപ്പോൾ മുകളിലേക്ക് അവർ കയറി പൊക്കോണം, താഴെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ ഈ ഒരു നിയമം നിലനിൽക്കുന്ന സമയം ഏതാണ്ട് രാത്രി വളരെ വൈകിയ സമയത്താണ് ഈ മാതാവ് തൻ്റെ നായ്ക്കുട്ടിയുമായി ഈ ബസ്സിലേക്ക് കയറുന്നത്. പക്ഷെ കണ്ടക്ടർ നിയമങ്ങളെപ്പറ്റി വളരെ ബോധ്യമുള്ള ആളാണ്, നിയമം പാലിക്കുന്നതിൽ വളരെ ശ്രദ്ധാലുവായിട്ടുള്ള ആളാണ്. അദ്ദേഹം എന്ത് ചെയ്തു, ഈ അമ്മച്ചിയോട് പറഞ്ഞു, നിങ്ങൾ നായ്ക്കുട്ടിയുമായി മുകളിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു. പക്ഷെ വളരെ തണുപ്പാണ്, മരം കോച്ചുന്ന തണുപ്പ്, രാത്രിയാണ്. പ്രത്യേകിച്ച് താഴത്തെ ഡക്കിൽ ആളുകളൊന്നുമില്ല, ബസ്സിൻ്റെ മൂലയ്ക്ക് ഒരാൾ ഇരിപ്പുണ്ട്, പിന്നെ കണ്ടക്ടറുമേ ഉള്ളൂ, ഓടിക്കുന്ന ഡ്രൈവറും. അപ്പം അമ്മച്ചി വിചാരിച്ചു അവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്നു. പക്ഷേ കണ്ടക്ടർ സമ്മതിച്ചില്ല, അമ്മച്ചിയെ തള്ളി ഉന്തി മുകളിലേക്ക് കയറ്റി വിട്ടു. കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് തണുപ്പ് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് അമ്മച്ചി നായ്ക്കുട്ടിയുമായി താഴേക്ക് ഇറങ്ങി. വീണ്ടും എന്ത് ചെയ്തു, ഇദ്ദേഹം നിർബന്ധിച്ച് മുകളിലേക്ക് പറഞ്ഞയച്ചു. അമ്മച്ചി കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു. ഇത് കണ്ടപ്പോൾ കണ്ടക്ടർ വളരെ രോഷാകുലനായിട്ട് വീണ്ടും ദേഷ്യപ്പെട്ട് അമ്മച്ചിയെ തള്ളി ഉന്തി മുകളിലേക്ക് കയറ്റി വിട്ടിട്ട് അമ്മച്ചി ഇറങ്ങി വരാതിരിക്കാൻ അദ്ദേഹം ആ പടിക്കെട്ടിൽ തന്നെ അവിടെ ഇരുന്നു. അമ്മച്ചിക്ക് ഇറങ്ങേണ്ട സമയമെത്തി, വളരെ പ്രയാസത്തോടു കൂടി അവിടെ ഇരുന്നു. അവർ അവിടെ സ്ഥലത്ത് ഇറങ്ങി പോകുമ്പോൾ ഈ കണ്ടക്ടർ ബസ്സിൻ്റെ മൂലക്കിരുന്നതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറഞ്ഞു, കണ്ടോ, ഞാൻ നിയമം പാലിക്കുന്ന ആളാണ്, നിയമം ലംഘിക്കാൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ല എന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആ മനുഷ്യൻ പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ നിയമം പാലിച്ചു, പക്ഷേ ആ നിയമത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾ കൊന്നുകളഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയാണ്. ശബത്ത്, കർത്താവ് യേശുക്രിസ്തു എന്താ പറഞ്ഞത്? ശബത്ത് മനുഷ്യന് വേണ്ടിയാണ്, അല്ലാതെ മനുഷ്യൻ ശബത്തിന് വേണ്ടിയല്ല. നിയമം മനുഷ്യന് വേണ്ടിയാണ്, അല്ലാതെ മനുഷ്യൻ നിയമത്തിന് വേണ്ടിയല്ല. പകൽ സമയങ്ങളിൽ വളരെ തിരക്കുണ്ടാകും. ഒരുപാട് ആളുകൾ ബസ്സിനകത്തേക്ക് ഇടിച്ച് കയറുമ്പോൾ ഈ പെറ്റ്സുമായി അല്ലെങ്കിൽ നായ്ക്കുട്ടികളുമായിട്ടൊക്കെ കയറുന്നവർ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് മുകളിലേക്ക് കയറിയിരിക്കാൻ പറയുന്നത്. അതും പകൽ സമയങ്ങളിലാണ്. രാത്രിയിൽ ആരുമില്ലാത്ത സമയത്ത് പ്രത്യേകിച്ച് ആ വൃദ്ധയായ ആ മാതാവ് ബസ്സിൽ കയറുമ്പോൾ ആ കണ്ടക്ടർ ഒരു പരിഗണന കാണിക്കണമായിരുന്നു. തിരക്കില്ല, അപ്പം തന്നെ ആ നിയമത്തിനവിടെ സാധുതയുമില്ല, പ്രസക്തിയുമില്ല. ആ മാതാവ് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കണമായിരുന്നു. പക്ഷെ ആ മരം കോച്ചുന്ന തണുപ്പിൽ വളരെയധികം പ്രയാസത്തിൽ ആ മാതാവ് ഇരിക്കുമ്പോൾ അതൊന്നും പരിഗണിക്കാതെ കണ്ണും പൂട്ടി അദ്ദേഹം നിയമം പാലിക്കുകയായി. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഇടയിലും ഉണ്ടാകാറുണ്ട്. ആത്മീകർ എന്ന് പറയുന്നവർക്കിടയിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. മനുഷ്യൻ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിയമം വെച്ചുകൊണ്ട് മനുഷ്യനെ നിയന്ത്രിക്കുന്ന, വാസ്തവത്തിൽ നിയമങ്ങൾ മനുഷ്യന് ജീവിക്കാൻ വേണ്ടി ദൈവം നൽകിയതാണ്. നിയമങ്ങൾ മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ആ നിയമം ശാപകരമാണ്. ആ നിയമം ഒരിക്കലും മനുഷ്യന് നന്മ ഉണ്ടാക്കുന്നതല്ല. ഈ കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ജീവിപ്പിക്കുന്ന ഒരു പ്രമാണം എനിക്ക് നൽകി തന്നിരുന്നുവെങ്കിൽ, എനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ലഭിച്ച പ്രമാണം പാപത്തെക്കുറിച്ചുള്ള ബോധ്യം മാത്രമേ എനിക്ക് നൽകിയുള്ളൂ. എന്നെ ജീവിപ്പിക്കാൻ കഴിയാത്തതായിരുന്നു എന്ന് പറഞ്ഞാൽ, എനിക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ എനിക്ക് പാപത്തിൽ നിന്ന് രക്ഷ നേടണം. പക്ഷെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ എൻ്റെ കയ്യിലിരിക്കുന്ന പ്രമാണത്തിന്, നിയമത്തിന് സാധിക്കുന്നില്ല. ആ പ്രമാണത്തിന് എന്നെ ശിക്ഷിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ.
എന്റെ പാപത്തെ എന്നെ ബോധ്യപ്പെടുത്താനേ കഴിയുന്നുള്ളൂ. ഞാൻ എത്ര വലിയ പാപിയാണെന്ന് എന്നെ പറഞ്ഞ് പേടിപ്പിക്കാൻ മാത്രമേ ഈ നിയമത്തിന് സാധിക്കുന്നുള്ളൂ. എന്നെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ എന്നെ രക്ഷിച്ചത്, എന്റെ പാപം മോചിച്ചത്, എന്നോട് കൃപ കാണിച്ചത് എന്റെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിനാൽ, ആ കൃപയാൽ രക്ഷാ നിർണയം പ്രാപിച്ചവരാണ്. കർത്താവ് നമ്മുടെ കൃപ കാണിച്ചില്ലായിരുന്നുവെങ്കിൽ, നിയമം നോക്കിയിട്ടാണെങ്കിൽ എനിക്ക് നിങ്ങൾക്കും ഒരിക്കലും രക്ഷയ്ക്ക് സാധ്യത ഇല്ലായിരുന്നു, ഒരിക്കലും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പഴയ നിയമ ഭക്തൻ പറഞ്ഞത്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ അവന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. മനുഷ്യന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധ്യമല്ല. അപ്പോ നിയമം കൊണ്ട് ഒരിക്കലും നമ്മെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചില്ലായിരുന്നുവെങ്കിൽ, ദൈവം കൃപ നമ്മോട് കാണിച്ചില്ലായിരുന്നുവെങ്കിൽ, നമുക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം, ഇങ്ങനെ ഒരു പദവി ഒരിക്കലും ലഭിക്കത്തില്ലായിരുന്നു. ദൈവത്തിന്റെ ശത്രുക്കൾ എന്ന വിശേഷണത്തിൽ നിന്നാണ് ഞാനും നിങ്ങളും യേശുവിന്റെ രക്തത്താൽ ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിലേക്ക് വന്നത്. അതുകൊണ്ട് ഏതു വ്യക്തിയെയും പരിഗണിക്കുന്നത് ഇങ്ങനെ വേണം. ഇതാണ് കൊരിന്ത്യർക്ക് എഴുതിയ 8ഉം 9ഉം അധ്യായങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നിയമങ്ങൾ ഇങ്ങനെ പ്രാബല്യത്തിൽ വരുത്തി, നിയമങ്ങൾ കൂടുതൽ സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ട് മനുഷ്യരെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ദൈവസഭയിൽ ദൈവമക്കൾ അറിയേണ്ട ഏറ്റവും വലിയ ഒരു അറിവ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള ബോധ്യം. അധ്യായം 8 ആദ്യം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ സ്നേഹം എങ്ങനെ പ്രയോഗിക്കണം എന്നതിനെ പറ്റിയാണ് അപ്പോസ്തലൻ നമുക്ക് പറഞ്ഞു തരുന്നത്. സ്നേഹം എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഭാഗം ഒന്ന് വായിക്കാം, 1 മുതൽ ഒന്ന് വായിക്കാം. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ, ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. മതി. ഈ വേദഭാഗങ്ങൾ നമ്മൾ മുൻകാല ആത്മീക പരിചയത്തിൽ ഒരുപാട് തവണ വായിക്കുകയോ പ്രസംഗം കേൾക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ സ്നേഹത്തെ പറ്റിയും സ്വാതന്ത്ര്യത്തെ പറ്റിയും അറിവിനെ പറ്റിയും എല്ലാം ദൈവമക്കൾ ബോധ്യമുള്ളവരാകണം, ജ്ഞാനമുള്ളവരാകണം. നമുക്ക് അറിവുണ്ട്, ആ അറിവ് സ്നേഹത്തിൽ പൊതിഞ്ഞ് ഉപയോഗിക്കണം. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ക്രിസ്തുവിൽ നമ്മൾ സ്വതന്ത്രരാണ്, നമ്മൾ അടിമകളല്ല. അതുകൊണ്ട് എന്തും ചെയ്യാമെന്നല്ല, ആ സ്വാതന്ത്ര്യത്തെ സ്നേഹത്തിൽ പൊതിഞ്ഞ് ഉപയോഗിക്കാൻ, പ്രയോഗിക്കാൻ ദൈവമക്കൾക്ക് സാധിക്കണം. ഇവിടുത്തെ പ്രശ്നം എന്താണ്? 8-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൈകാര്യം ചെയ്യുന്ന പ്രശ്നം, വിഗ്രഹാർപ്പിതം കഴിക്കുന്നത് കൊണ്ട് എന്താ പ്രശ്നം? ഇത് ചിലരുടെ അറിവാണ്. അവരുടെ അറിവെന്ന് പറയുന്നത്, 4-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, വിഗ്രഹങ്ങൾ ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാരെന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ഇപ്പോൾ ഈ വായിച്ച അറിവ് നമുക്കുണ്ട്. എന്തറിവാ? ദൈവം ഏകനാണ്, ദൈവം ഒരുവനാണ്, ദൈവം ഒരുത്തൻ മാത്രമാണ്. ഏകദൈവം 3 വ്യക്തികളായി പ്രവർത്തിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞ യേശുക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമുമാകുന്നു. ഇതൊക്കെ നമുക്കറിയാം. ദൈവത്തെ പറ്റി നമുക്കറിയാം, ഒരു ദൈവമേ ഉള്ളൂ എന്നറിയാം.
പല ദേവന്മാരുടെ പേരിൽ ഇവിടെ പലരെ പറ്റിയും പരാമർശിക്കുന്നുണ്ടെങ്കിലും ദൈവം ഒരുവനാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ ഈ അറിവ് മറ്റ് പലർക്കും ഇല്ല. അത് അന്നത്തെ കാലത്ത് ആ സഭയിൽ കൂടുന്ന പലർക്കും ഈ അറിവില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? വായിക്കാം 7-ാമത്തെ വാക്യം. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ചിലർ ഇന്നുവരെ വിഗ്രഹ പരിചയം ഹേതുവായി വിഗ്രഹാർപ്പിതം എന്ന് വെച്ച് തിന്നുന്നു. അവരുടെ മനസാക്ഷി ബലഹീനമാകയാൽ മലിനമായി തീരുന്നു. ഇന്നുവരെ വിഗ്രഹാർപ്പിതം ഹേതുവായി വിഗ്രഹ പരിചയം ഹേതുവായി വിഗ്രഹാർപ്പിതം എന്ന് വെച്ച് തിന്നുന്നു. എന്താ ഈ വിഗ്രഹ പരിചയം ഹേതുവായി എന്ന് വെച്ചാൽ? ഇന്നലെ വരെ അവർ ആ വിഗ്രഹത്തെ ആരാധിച്ചു വന്നതാ. അപ്പോൾ അവിടെ മനസ്സിൽ ആ വിഗ്രഹത്തിന് ഒരു ദൈവിക സങ്കല്പം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുണ്ട്. അത് ദൈവമാണെന്ന് അവർ വിചാരിച്ചു, ദേവനാണെന്ന് അവർ വിചാരിച്ചു, അതിന് ശക്തി ഉണ്ടെന്ന് അവർ വിചാരിച്ചു. പക്ഷെ ദൈവസഭയിൽ വന്ന മെച്യൂരിറ്റി ഉണ്ടെന്ന് പറയുന്ന ആളുകൾക്ക് എന്തറിയാം? വിഗ്രഹത്തിന് കൈയുണ്ടെങ്കിലും പ്രവർത്തിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, നാവുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, അല്ലെ, രുചിക്കുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. ഈ സത്യം വിഗ്രഹത്തെ പറ്റി ഏകദൈവ വിശ്വാസികൾക്കറിയാം. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ദൈവസഭയിലെ അംഗങ്ങൾക്കറിയാം. പക്ഷെ ഇത് അറിയാത്ത കുറെ ആളുകളുണ്ട്. അവർ എന്താ ചെയ്യുന്നത്? വിഗ്രഹ പരിചയം ഹേതുവായി, അല്ലെങ്കിൽ അതിന് ശക്തി ഉണ്ടെന്ന് ചിന്തിക്കുകയും അപ്പോൾ തന്നെ അതിനെ അർപ്പിച്ചത് അവർ ഭക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ അത് തെറ്റ് സംഭവിക്കുകയാണ്. എന്താണ്? എന്ത് തെറ്റാ? അതിനെന്തോ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു, അപ്പോൾ തന്നെ അതിന് സമർപ്പിച്ചത് അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വിഗ്രഹാർപ്പിതം കഴിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പൗലോസ് അപ്പോസ്തലന് പറഞ്ഞു തരാനുള്ളത്, വിഗ്രഹത്തിലും മറ്റുമൊക്കെ എന്തെങ്കിലും ശക്തി ഉണ്ടെന്നും അത് ദൈവമാണെന്നും ദേവനാണെന്നും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ ചെന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭക്ഷിച്ചാൽ, അതിന് സമർപ്പിച്ച് ഭക്ഷിച്ചാൽ പ്രശ്നം തന്നെയാണ്, അപകടം തന്നെയാണ്. കാരണം മനസാക്ഷി കുറ്റം വിധിച്ചുകൊണ്ടേയിരിക്കും. ഈ മനസാക്ഷി എങ്ങനെ ഉണ്ടാകുന്നത്? അവനവന്റെ അറിവിൽ നിന്നാണ് മനസാക്ഷി ഉണ്ടാകുന്നത്, അല്ലേ? നമ്മുടെ അടിസ്ഥാനപരമായ അറിവിൽ നിന്നാണ് നമ്മുടെ മനസാക്ഷി പ്രവർത്തിക്കുന്നത്. അവനവന്റെ മനസാക്ഷി എന്ന് പറയുന്നത് അവനവന്റെ അറിവിൽ നിന്നാണ് ഉരുത്തിരിയുന്നത്. അപ്പോ ഈ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്ന ആളുകൾ വിഗ്രഹത്തിൽ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുകയും അപ്പോൾ തന്നെ വിഗ്രഹത്തിന് അർപ്പിച്ചത് ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ മനസാക്ഷി അവനെ തന്നെ കുറ്റം വിധിക്കുന്നു, വിഗ്രഹാർപ്പിതമാണ്. എന്നാൽ അറിവുള്ളവൻ, ഇവിടെ അടുത്ത വാക്യം 8-ാമത്തെ വാക്യം നോക്കിക്കേ, അവരുടെ മനസാക്ഷി ബലഹീനമാകയാൽ മലിനമായി തീരുന്നു. എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല. അപ്പൊ ഈ പിശാച് യേശുവിനെ പ്രലോഭിപ്പിച്ച ഒരു വാചകമുണ്ട്. 40 ദിവസത്തെ ഉപവാസം, അതായത് ഉടമ്പടി കഴിഞ്ഞു, ഇപ്പോൾ നിനക്ക് വിശക്കുന്നു, നീ വളരെ പരിക്ഷീണിതനാണ്, നിനക്ക് നിന്റെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ നിനക്ക് ഭക്ഷണം ആവശ്യമാണ്. ഇവിടെയാണെങ്കിൽ കടകളൊന്നുമില്ല, വീടുകളൊന്നുമില്ല, നിനക്ക് ഭക്ഷണം കൊണ്ടുതരാൻ ആരുമില്ല. ഇവിടെ വഴിയാത്ര ഒത്തിരി ദൂരെയാണ്, നിനക്ക് യാത്ര ചെയ്ത് ഒരുപാട് അകലെ പോയാൽ മാത്രമേ ഭക്ഷണം കൊള്ളുവാൻ പറ്റത്തുള്ളൂ. പക്ഷെ അത്രയും നടക്കാൻ നിനക്ക് ആരോഗ്യം പോരാ. ദൈവവുമായുള്ള ഉടമ്പടി അവസാനിച്ചു. ഇനിയിപ്പോൾ നീ ചെയ്യേണ്ടത് എന്താ? കല്ലുകളെ അപ്പമാക്കുക. അതല്ലാതെ ഇവിടെ വേറൊരു മാർഗവുമില്ല. കല്ലുകളെ അപ്പമാക്കുക. അതിനകത്ത് വേറെ പല തന്ത്രങ്ങളുമുണ്ട്. അപ്പം കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ കൂടെ നിൽക്കും. നിനക്ക് മുൻപോട്ട് പോകണമെങ്കിൽ ഇപ്പൊ അപ്പം വേണം. നിന്റെ ശരീരത്തിന്റെ ക്ഷീണം മാറണമെങ്കിൽ അപ്പം ഉണ്ടാക്കണം. അതിന് വേറെ മാർഗമില്ല. ഈ കല്ലുകളെ അപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് പറയുമ്പോ കർത്താവ് കൊടുക്കുന്ന മറുപടി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. എന്നെ വളരെയധികം പ്രചോദിപ്പിച്ചൊരു വേദഭാഗമാണത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, അല്ലെ, ആ ദുഷ്ട പിശാചിനോട് കർത്താവ് കൊടുക്കുന്ന മറുപടി. അവൻ സ്വാർത്ഥനാക്കി കർത്താവിനെ മാറ്റാനുള്ള പിശാചിന്റെ തന്ത്രത്തെ തിരിച്ചറിഞ്ഞ കർത്താവ്, മാനവ ജനതയ്ക്ക് വേണ്ടി മരണം വരിക്കാൻ വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവിനെ, നിസ്വാർത്ഥതയുടെ പ്രതീകമായ കർത്താവിനെ സ്വാർത്ഥനാക്കി മാറ്റാൻ കഴിയുന്ന ഒരു പ്രലോഭനം കർത്താവിന്റെ മുൻപിൽ വെക്കുമ്പോ, നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതമല്ലാത്തത് ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ യേശു കൊടുക്കുന്ന മറുപടി, പിശാചേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ജീവിക്കാൻ മറ്റു പലതുമുണ്ട്. അത് നിന്റെ ചിന്തയാണ്. അപ്പം കിട്ടിയില്ലെങ്കിൽ ഞാൻ മുൻപോട്ട് പോകത്തില്ല എന്നുള്ളത്. എന്നെ അയച്ചത് എന്റെ പിതാവാണ്. എനിക്ക് എന്റെ പിതാവിൽ നല്ല ബോധ്യമുണ്ട്.
എന്റെ ആഹാരം എന്ന് പറയുന്നത്, മറ്റൊരു സന്ദർഭത്തിൽ കർത്താവ് പറഞ്ഞു, എന്റെ അപ്പന്റെ വേല തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. പ്രിയമുള്ളവരെ, കർത്താവിന് പറയാനുണ്ട്, ഈ അപ്പമല്ല, കല്ലുകളെ അപ്പമാക്കി ഭക്ഷിച്ചിട്ട് വേണ്ട എനിക്ക് മുമ്പോട്ട് പോകാൻ. മറ്റു പലതുമുണ്ട്. എനിക്ക് ജീവിക്കാൻ, എനിക്ക് മുന്നോട്ട് പോകാൻ, എനിക്ക് ഊർജം പകരാൻ, എനിക്ക് ഉത്തേജനം പകരാൻ എനിക്ക് മറ്റു പലതുമുണ്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. ഭക്ഷണം കാണിച്ച് പ്രലോഭിപ്പിക്കരുത്. ആ പ്രലോഭനത്തിൽ വീണു പോകരുത്. മനുഷ്യൻ വീണു പോയത് മുഴുവൻ തുടക്കം മുതൽ നമ്മൾ കാണുന്നത് എന്തിലാണ്? ആഹാരത്തിലാണ്. അവസാനത്തെ വാഗ്ദത്തം എന്താണ്? ഇനി വിശപ്പുമില്ല, ഇനി ദാഹവുമില്ല. പ്രിയമുള്ളവരെ, ഏദനിലും ഒരുപക്ഷെ ഇതായിരുന്നു. ഏദനിൽ എന്തിന്റെ കേടായിരുന്നു? ആ വൃക്ഷഫലം പറിച്ചു തിന്നാൻ എന്തിന്റെ കേടായിരുന്നു? അവർക്ക് എല്ലാം ഭക്ഷിക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടും ആ വിലക്ക് അവർ ലംഘിക്കുകയാണ്. അരുതെന്ന് പറഞ്ഞതിനെ അവർ ഭക്ഷിച്ചു. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് കാണുന്ന കാഴ്ചയെല്ലാം അത് തന്നെയാണ്. യേശാവിൽ കാണുന്നത് പുതിയ നിയമത്തിൽ നമുക്ക് മാർഗനിർദ്ദേശമായി നൽകി. എന്താ? യേശാവിനെ പോലെ അഭക്തനായി തീരരുത്. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞവനാ യേശാവ്. പിന്നെ ഇസ്രായേൽ മക്കളുടെ ജീവിതം നമ്മുടെ മുൻപിൽ പാഠമായി നിൽക്കുന്നു. മരുഭൂമിയിൽ വെച്ച് അവർ ദൈവത്തെ വെല്ലുവിളിച്ചു. എന്താ? ദൈവത്തിന് ഈ മരുഭൂമിയിൽ ഇറച്ചി നൽകാൻ പറ്റുമോ? ഈ മരുഭൂമി ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നു. ഞങ്ങളെ കുഞ്ഞുകുട്ടികൾ കൊള്ളയായി പോകും. ഞങ്ങൾ ഈ മരുഭൂമിയിൽ ഞങ്ങൾ ഇല്ലാതായി പോകും. ഞങ്ങൾ തിരിച്ചു പോകാൻ പോവുകയാണ്. ദൈവത്തെ വെല്ലുവിളിച്ച ജനത. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അങ്ങനെയാണ് നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചതെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് സ്വാഭാവിക മരണം സംഭവിക്കുന്നത് വരെ നിങ്ങളെ ഈ മരുഭൂമിയിൽ ഞാൻ നടത്തും. ഈ മരുഭൂമിയിൽ ദൈവത്തിന് ഭക്ഷണം തരാൻ കഴിയുമോ എന്ന് ചോദിച്ച നിങ്ങളെ ഞാൻ മരുഭൂമി കടത്തില്ല. പക്ഷേ നിങ്ങൾക്ക് സ്വാഭാവികമായ മരണം സംഭവിക്കുന്നത് വരെ നിങ്ങൾ ഈ മരുഭൂമിയിൽ ഞാൻ അപ്പം നൽകാൻ പ്രാപ്തനാണെന്ന് നിങ്ങൾ അറിയും. മരിക്കുന്നത് വരെ നിങ്ങളെ ഞാൻ തൃപ്തിയോടെ ഭക്ഷണം തന്നു നിങ്ങളെ പുലർത്തും. പക്ഷേ നിങ്ങൾ കനാൻ നാട്ടിൽ എത്തത്തില്ല. ഒന്ന് നോക്കിക്ക, എത്ര ഭീകരാവസ്ഥയാ, എത്ര ഭീകരമാണ്. ദൈവത്തെ അവിശ്വസിച്ചവന്റെ അവസ്ഥയാ. മരുഭൂമിയിൽ ഭക്ഷണത്തിന് വേണ്ടി ദൈവത്തെ വെല്ലുവിളിച്ചു. ഇറച്ചി തരാൻ ദൈവത്തിന് പറ്റുമോ എന്ന് ചോദിച്ചു. പറ്റുമെന്ന് ദൈവം തെളിയിച്ചു. കൊടുത്തത് കാടപ്പക്ഷിയാ. ഇന്നും നമ്മൾ ഈ കേരളത്തിന്റെ വ്യവസായ നഗരിയിലാണ് ജീവിക്കുന്നത്, വ്യവസായ മേഖലയിലാണ് ജീവിക്കുന്നത്, അല്ലേ? എല്ലാം അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഏറ്റവും ഡെലീഷ്യസ് ഫുഡ് ഒരുപക്ഷെ ഇവിടെ തന്നെയാണ് കിട്ടുന്നത്. കാടയുടെ വിശേഷണം എന്താണ്? 1000 കോഴിക്ക്, അങ്ങനെയല്ലേ? 1000 കോഴിക്ക് അരക്കാട എന്നാ പറയുന്നത്. കോഴിയാണോ ഇന്നത്തെ വിഭവസമൃദ്ധമായ ഭക്ഷണമെങ്കിൽ ഇന്ന് ഇവിടെ ഈ കേരളത്തിൽ, ഈ എറണാകുളത്തിൽ കാടയ്ക്ക് വില കൂടുതലാണ്. കോഴി വാങ്ങുന്നത് പോലെ കാട വാങ്ങാൻ പറ്റത്തില്ല. അത്രയും എന്താണ് വിശേഷതയുള്ളവരായി വിശേഷപ്പെട്ട ഭക്ഷണം നൽകി ദൈവം അവരെ മരുഭൂമിയിൽ നടത്തി. പക്ഷേ അവർ പട്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഭക്ഷണത്തിന് വേണ്ടിയുള്ള വെല്ലുവിളിയായിരുന്നു. പിന്നെയും നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണുന്നു. ഇവർക്കെല്ലാം വെല്ലുവിളിയായിട്ടാണ് ക്രിസ്തു മരുഭൂമി നിൽക്കുന്നത്. ഏലിയാവിനെ നമ്മൾ കാണുന്നില്ല. ഏലിയാവ് ഒരു മുറി അപ്പവും ഭക്ഷിച്ചുകൊണ്ട് 40 ദിവസം ഹോരേബോളം ഏലിയാവ് നടന്നു. അത് ദൈവകൃപയിൽ താൻ നടന്നു. തന്റെ ലക്ഷ്യം ഹോരേബാണ്. ദൈവദൂതനാണ് അപ്പം തനിക്ക് കൈമാറിയത്. ആ അപ്പം ഭക്ഷിച്ചുകൊണ്ട് ധൈര്യത്തോടുകൂടി ബലത്തോടുകൂടി നടക്കാൻ തനിക്ക് സാധിച്ചെങ്കിൽ, ദൈവമക്കളെ, നമ്മൾ ഓർക്കണം, ദൈവം നമുക്ക് നൽകുന്നത് എന്താണെങ്കിലും, അതെത്ര ചെറുതാണെങ്കിലും നമ്മുടെ ജീവിതത്തിന് അത് മതിയായതാണ്. അങ്ങനെ ആയതുകൊണ്ടാണ് ദൈവം നമ്മെ അതിലൂടെ കടത്തിവിടുന്നത്. നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് കർത്താവ് നമുക്ക് ഉറപ്പ് തരികയാണ്. നമ്മുടെ ശേഷി കർത്താവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരു സാധാരണക്കാരന് എല്ലാം ശരിയായെങ്കിലേ അവൻ മുൻപോട്ട് പോകത്തുള്ളൂ എന്ന് പറയുമ്പോൾ, എല്ലാം ശരിയായില്ലെങ്കിലും എനിക്ക് എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഒരു ഭക്തനെ കൊണ്ട് ദൈവം സാക്ഷ്യപ്പെടുത്തുകയാണ്. എനിക്ക് എൻ്റെ ദൈവത്തിന്റെ കൃപ മതി. മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധതന്ത്രജ്ഞന്റെ അടുക്കൽ 2 കൂട്ടം ആളുകൾ പോയിട്ട് യുദ്ധോപകരണങ്ങൾ വാങ്ങുന്ന കഥ. രണ്ടാമത് പോയ കൂട്ടരോട് എന്താണ് ആ യുദ്ധതന്ത്രജ്ഞൻ പറഞ്ഞു കൊടുത്തത്? എനിക്ക് യുദ്ധോപകരണങ്ങളൊന്നും തരാനില്ല എന്ന് പറയുമ്പോൾ എന്താ അവർ പറഞ്ഞത്? കഥയാണ് കേട്ടോ, കഥയാണ്, കഥ മാത്രമാണ്.
ചരിത്രമൊന്നുമല്ല. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു എന്നാണ് ഈ സഹായം ചോദിക്കാൻ പോയവർ പറഞ്ഞത്, ഞങ്ങൾക്ക് യുദ്ധ ഉപകരണങ്ങളൊന്നും വേണ്ട, നീ മാത്രം കൂടെ ഉണ്ടായിരുന്നാൽ മതി എന്നാണ്. പ്രിയമുള്ളവരെ, ഇതൊരു ഒരു തത്വമാണ്. അതൊരു കഥയാണെങ്കിൽ പോലും അതിനകത്തെ ആ സാരാംശം, ആ തത്വം എടുക്കുകയാണ്. നമ്മൾക്ക് പറയാൻ കഴിയണം, ഈ ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും എനിക്ക് എൻ്റെ ദൈവം കൂടെ ഉണ്ടായാൽ മതി, ദൈവം കൂടെ ഉണ്ടായാൽ മതി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യോസഫിനെ പറ്റി ഞാൻ പറയുകയായിരുന്നല്ലോ. യോസഫിന്റെ ഒരേ ഒരു പ്രത്യേകത, അവൻ പൊട്ടക്കിണറ്റിൽ വീണു. അവിടെ കിടന്ന് ചാകട്ടെ എന്ന് സഹോദരന്മാർ പറഞ്ഞെങ്കിലും അവിടെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം യോസഫിനോട് കൂടെ ദൈവമുണ്ടായിരുന്നു. പൊട്ടക്കിണറ്റിൽ അവസാനിച്ചു പോകട്ടെ എന്ന് പറഞ്ഞെങ്കിലും ഇസ്മായേലിനെ ദൈവം അവിടെ വരുത്തി. യോസഫിനെ വിലയ്ക്ക് വാങ്ങാൻ ദൈവം ഇസ്മായേലിനെ ആക്കി. യോസഫ് പോത്തിഫറിന്റെ ഭവനത്തിൽ ചെന്നു, പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി, കാരാഗൃഹത്തിൽ കിടന്നു. പക്ഷേ അവിടെ എല്ലാം നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികൾക്കും ഒരു ഭക്തന് മുന്നോട്ട് പോകാൻ കഴിയും. ഒരു ഭക്തന് ധൈര്യസമേതം മുന്നോട്ട് പോകാൻ കഴിയും. ഉറപ്പിക്കേണ്ടത് ഒറ്റ കാര്യമാണ്, ദൈവം എന്നോട് കൂടെയുണ്ട്. ഞാനൊരു ദൂത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ എഴുതിയിട്ടായിരുന്നു, പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല. പാനപാത്രവാഹകന്റെ വിടുതൽ 3 ദിവസം കൊണ്ട് നടക്കും. 3 ദിവസം കൊണ്ട് നടക്കും. പക്ഷേ യോസഫിന്റെ വിടുതൽ ചിലപ്പോൾ 3000 ദിവസം കൊണ്ടും നടക്കത്തില്ല. കാരണം എന്താണ്? പാനപാത്രവാഹകന്റെ വിടുതൽ 3 ദിവസം കൊണ്ട് നടക്കുന്നത്, അവൻ രാജകൊട്ടാരത്തിൽ മുന്തിരിച്ചാറും പിടിച്ചു നിൽക്കേണ്ടവനാണ്. മുന്തിരിച്ചാറും പിടിച്ചു നിൽക്കാൻ 3 ദിവസം കൊണ്ട് വിടുതൽ മതി, വിടുതൽ നടക്കും. പക്ഷേ യോസഫിന്റെ വിടുതൽ എന്ന് പറയുന്നത്, അവൻ ഈജിപ്തിന്റെ ഭരണാധികാരിയാകാൻ പോകുന്നവനാണ്. അല്ലെ, യോസഫിനെ പറ്റി ദൈവത്തിന് വലിയ പദ്ധതികളാണ് ഉള്ളത്. അവന്റെ വിടുതൽ വൈകും. അവൻ ഏറ്റവും മേൽത്തരമായതിന് സമയമെടുക്കും. അത് ഉണ്ടായി വരാൻ, അത് ഉളവായി വരാൻ, അത് അതിന്റെ പക്വതയിലേക്ക് എത്തിച്ചേരാൻ, അത് അതിന്റെ മേൽത്തരമായ ആ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ സമയമെടുക്കും, കാലതാമസമെടുക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഞാൻ നിങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന വേദനകളിൽ, പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, പരിഹാസങ്ങളിൽ, പൊട്ടക്കിണറുകളിൽ, കാരാഗൃഹങ്ങളിൽ നമ്മൾ ഒരിക്കലും ചഞ്ചലിച്ചു പോകരുത്, ഭയപ്പെട്ടു പോകരുത്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകരുത്. കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരും. കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരും. നിങ്ങളോട് പറഞ്ഞില്ലോ ഞാൻ ഓർക്കുന്നില്ല. ഒരു ദൂതും കൂടെ ഇതിനോട് ബന്ധപ്പെട്ടത് പറഞ്ഞു മുമ്പോട്ട് പോകാം. എല്ലാം നഷ്ടപ്പെട്ട് തകർന്നു, ഇനി ആർക്കും എന്നെ വിടുവിക്കാൻ കഴിയില്ല എന്ന് യോസഫ് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് പാനപാത്രവാഹകനെ താൻ ആയിരിക്കുന്ന കാരാഗൃഹത്തിന്റെ ഉള്ളറകളിലേക്ക് ദൈവം കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ യോസഫ് വിചാരിച്ചു, ഈ പാനപാത്രവാഹകനിലൂടെ എന്റെ വിടുതൽ നടക്കും. പക്ഷെ ദൈവത്തിന് യോസഫിനെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. യോസഫേ, നീ മാനുഷികമായി ആശ്രയം വെക്കുന്ന ഈ പാനപാത്രവാഹകൻ നീ പ്രതീക്ഷിക്കുന്നത് പോലെ നിന്നെ വിടുവിക്കില്ല. അവൻ നിന്റെ പേര് പറയും, പക്ഷേ ഞാൻ ഇടപെട്ടതിന് ശേഷം മാത്രം. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ യോസഫിനെ ദൈവം പഠിപ്പിക്കുകയാണ്. പാനപാത്രവാഹകൻ 3 ദിവസം കൊണ്ട് വിടുതലും ഏറ്റെടുത്ത് രാജകൊട്ടാരത്തിലേക്ക് താൻ തിരിച്ച് പണിക്ക് കയറിയപ്പോ യോസഫ് ആ ദിവസം മുതൽ എണ്ണാൻ തുടങ്ങി. ഇന്ന് പാനപാത്രവാഹകൻ എന്റെ പേര് പറയും. ഞാൻ അവന് ചെയ്തത് ചെറിയ ഉപകാരമല്ല. അവന്റെ പ്രതിസന്ധിയിൽ ഞാൻ ദൈവ വെളിപ്പാട് അവനോട് പറഞ്ഞതാണ്. അവൻ ഇന്ന് എന്റെ പേര് രാജാവിനോട് പറയും എന്ന് ചിന്തിച്ച് 2 വർഷം മുന്നോട്ട് പോയി. പാനപാത്രവാഹകൻ പറഞ്ഞില്ല, പേര് പറഞ്ഞില്ല, അവൻ മറന്നു കളഞ്ഞു. ഈ പാഠം കൂടെ ദൈവത്തിന് യോസഫിനെ പഠിപ്പിക്കണമായിരുന്നു. മനുഷ്യൻ മറക്കും, മനുഷ്യൻ അവഗണിക്കും, മനുഷ്യൻ ഒറ്റപ്പെടുത്തും, മനുഷ്യൻ ചവിട്ടിക്കളയും. ഒരുപക്ഷെ നമ്മൾ രക്ഷിക്കുമെന്ന് പറയുന്നവർ, നമ്മൾ ആശ്രയിച്ചേറ്റ് പറയുന്നവർ, അവർ നമ്മെ മറന്നു കളയും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ആ പാഠം യോസഫിനെ ദൈവം പഠിപ്പിക്കുകയാണ്. 2 വർഷം കഴിഞ്ഞപ്പോ യോസഫിന് വയസ്സ് 30 വാസ്തവത്തിൽ അതായിരുന്നു ദൈവത്തിന്റെ സമയം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ചില വിടുതലുകൾ വൈകുന്നത് ദൈവം നമുക്ക് വേണ്ടി ഒരു സമയം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് വിടുതലുകൾ നടക്കും. അവിടെ ആർക്കും നമ്മെ ഒറ്റപ്പെടുത്താൻ പറ്റത്തില്ല, ആർക്കും നമ്മെ ചവിട്ടി ഒതുക്കാൻ പറ്റത്തില്ല. ആരവഗണിച്ചാലും, ആരും മറന്നാലും, ആര് നമ്മെ ഒഴിവാക്കിയാലും നമ്മുടെ സമയത്ത് അത് നടന്നിരിക്കും. ഈ ഒരു വെളിപ്പാടാണ് ജോസഫിന് നൽകുന്നത്. ജോസഫ് വലിയ സ്വപ്നക്കാരനായിരുന്നു, വലിയ വെളിപ്പാടുകാരനായിരുന്നു. പക്ഷേ ആ വെളിപ്പാടുകാരനെ, ആ സ്വപ്നക്കാരനെ ദൈവം തന്റെ ഉദ്ദേശ പ്രാപ്തിയിലേക്ക്, ലക്ഷ്യത്തിലേക്ക് നടത്തുന്നത് കൈപിടിച്ചാനയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ചരിത്രമാണ് നമ്മുടെ ജോസഫിലൂടെ വായിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നപ്പോ
ഒരു അല്പം ഒന്ന് മാറിപ്പോയി എന്ന് വിചാരിക്കും. പ്രിയമുള്ളവരെ, മടങ്ങി വരാം. ഈ സന്ദേശം കൂടെ നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് ഒരുപക്ഷെ നിങ്ങളോട് പറയാതെ പോയാൽ പിന്നെ ഈ സീസണിൽ ഇത് മിക്കവാറും പറയാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മുമ്പോട്ട് പോയത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മളെ വായിച്ചു നിർത്തിയ വേദഭാഗത്തിലേക്ക് നമുക്ക് വരാം. ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല. അപ്പോ ഭക്ഷണം കാണിച്ച് നമ്മെ പ്രലോഭിപ്പിക്കരുത്. ഈ ലോകത്തിന്റെ ഒരു പദവിയും കാണിച്ച് നമ്മെ പ്രലോഭിപ്പിക്കരുത്. ഈ പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. നമ്മൾ ഈ ദൈവം എന്നെ ഉയർത്തി, ദൈവം നിങ്ങളെ ഉയർത്തും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ദൈവത്തിന് നമ്മെ പറ്റിയുള്ള ഉദ്ദേശം ഒരു പണിയും ചെയ്യാതെ നമ്മെ എവിടെയെങ്കിലും കയറ്റി ഒരു സിംഹാസനത്തിൽ കയറ്റി ഇരുത്തുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് ചിന്തിക്കും. അല്ലെങ്കിൽ ഈ പദവിയിലേക്ക് ഉയർത്തും, മഞ്ഞ് പൊഴിയുന്ന ദേശത്തേക്ക് അയക്കും, അല്ലെ, ആൺകുട്ടിയെ ദൈവം തരും. ഇതെല്ലാം പ്രലോഭനങ്ങളാണ്, പിശാചാണ്. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യും. ഇത് പിശാചാണ്. പിന്നെ മഞ്ഞ് പൊഴിയുന്ന ദേശത്തേക്ക് അയക്കുമെന്ന് പറയുന്നത് ദൈവത്തിന് അകറ്റിക്കളയുന്നതാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോ ദൈവത്തിന് വേണ്ടാത്തവരാണോ? ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. ഇത് ഈ കേൾക്കുന്ന പ്രവാചകനും കൂടി കേട്ടോട്ടെ. 2-3 പേരിയ്ക്കുന്നു. നടുവിലിരിക്കുന്നവർ തലയിൽ കൈവച്ച് പറയുന്നത്, ഞാൻ നിന്നെ മഞ്ഞ് പൊഴിയുന്ന ദേശത്തേക്ക് അയക്കും. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരോ ദൈവത്തിന് വേണ്ടാത്തവരാണോ? അപ്പൊ മഞ്ഞ് പൊഴിയുന്ന ദേശത്തേക്ക് അയക്കുന്നത് മാത്രമല്ല ദൈവത്തിന്റെ പദ്ധതി, ഇവിടെ ആയിരിക്കുന്നതും ദൈവത്തിന്റെ പദ്ധതിയാണ്. പ്രിയമുള്ളവരെ, അവനവന് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ അവനവൻ ഉപയോഗിക്കട്ടെ. കമ്പാരിസൺ ചെയ്യാൻ, താരതമ്യം ചെയ്യാൻ ദൈവം ആരെയും അനുവദിക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ അത് പൈശാചികമാണ്. ദൈവമക്കൾക്കിടയിൽ താരതമ്യം പാടില്ല. വിദ്യാഭ്യാസം കുറവുണ്ടോ കൂടുതലുണ്ടോ, പണമുണ്ടോ ഇല്ലയോ, അതിന് ഏത് കാര്യമായിക്കോട്ടെ, ഏത് മേഖലയിലായാലും, വലിയ ജോലിയാണോ ചെറിയ ജോലിയാണോ, ദൈവ മുമ്പിൽ രക്ഷിക്കപ്പെട്ടവർക്കിടയിൽ സഭാംഗങ്ങൾക്കിടയിൽ വ്യത്യാസമില്ല. ഒരുവനോടൊരു വലിയ ദൂതും വേറൊരുത്തരോടൊരു ചെറിയ ദൂതും. നമ്മുടെ ദൈവം ആ ദൈവമല്ല. അങ്ങനെ ദൂത് പറയുന്നവൻ വേറെ ഏതോ ദൈവത്തിന്റെ ആലോചനക്കാരനാണെന്ന് മാത്രം മനസ്സിലാക്കുക. അവനവന്റെ കാര്യപ്രാപ്തിക്കനുസരിച്ച്, കഴിവുകൾക്കനുസരിച്ച്, നിയോഗങ്ങൾക്കനുസരിച്ച് ദൈവം ഉത്തരവാദിത്തങ്ങൾ നൽകും. ഇപ്പൊ യോസഫിനെ അവിടെ കൊണ്ടുചെന്നത്, യോസഫിനെ മിസ്രൈമിന്റെ ഭരണാധികാരിയാക്കി അവിടെ ഒരു രാജസ്ഥാനത്ത് കൊണ്ടിരുത്തി പ്രധാനമന്ത്രിയാക്കി വാഴിക്കാൻ വേണ്ടിയല്ല. മിസ്രൈം ഉൾപ്പെടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ വലിയ ക്ഷാമം ഉണ്ടാകാൻ പോകുകയാണ്. ആ ക്ഷാമകാലത്ത് തൻ്റെ ഭക്തന്മാരെ ഉൾപ്പെടെ, നമ്മൾ എങ്ങനെ ബൈബിൾ വായിക്കുന്നത്, ദൈവം ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും മഴ പെയ്യിക്കുന്നവനാണ്, വെയിൽ അയക്കുന്നവനാണ്, നന്മ കൊടുക്കുന്നവനാണ്. ദൈവം സൽഗുണപൂർണനാണ്. നീതിമാന്മാർക്ക് മാത്രമല്ല. അപ്പോ ദേശത്ത് സംഭവിക്കാൻ പോകുന്ന ക്ഷാമകാലത്ത് രാജ്യങ്ങളെ നീതിമാന്മാരോടൊപ്പം സകല മനുഷ്യരെയും രക്ഷിക്കുവാൻ, പട്ടിണി മരണങ്ങളെ ഇല്ലാതാക്കാൻ, ആത്മഹത്യകളെ ഇല്ലാതാക്കാൻ, ദുർമരണങ്ങൾ ഇല്ലാതാക്കാൻ, രോഗങ്ങളെ ഇല്ലാതാക്കാൻ, മാനുഷിക പ്രതിസന്ധികളെ ഒഴിവാക്കാൻ വേണ്ടി ദൈവം യോസഫിനെ മുന്നമേ കണ്ടിരുന്നു. ആ പദ്ധതി നിർവഹണത്തിനാണ് യോസഫിനെ കൊണ്ടുപോകുന്നത്, യോസഫിനെ അധികാരിയാക്കുന്നത്. ആ നിയോഗം കൊടുത്ത ഒരു ദൈവഭക്തനെ ചില രാജ്യങ്ങളുടെ ക്ഷാമകാലത്ത് അവനെ ഒരു അനുഗ്രഹമാക്കി ദൈവം കൊണ്ടുപോവുകയാണ്. ഞാൻ ദൂത് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. യോസഫിനെ കയറ്റി സിംഹാസനത്തിൽ ഇരുത്തുക എന്നതിനേക്കാൾ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ അനേക രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതലാണ് യോസഫിലൂടെ സംഭവിച്ചത്. നമ്മൾ ആ ദൂത് യോസഫിലേക്ക് മാത്രം ചിന്തിക്കുമ്പോൾ ഓർക്കണം, യോസഫ് അവിടെ വന്നത് ഒരു വലിയ വിഭാഗം ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, ആത്മീക നന്മയ്ക്ക് വേണ്ടിയാണ്, ഭൗമിക നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോ എനിക്കും നിങ്ങൾക്കും ദൈവം ഏതെങ്കിലും തരത്തിലുള്ള അനുഗ്രഹങ്ങൾ, കടാക്ഷങ്ങൾ, നന്മകൾ ചൊരിയുന്നു എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ദൈവിക ഉദ്ദേശം എന്താണ്? നമ്മിലൂടെ മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടാനാ, അല്ലേ? അബ്രഹാമേ, നീ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുമ്പോൾ അടുത്ത വാചകം, നിന്നിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നിന്നെ അനുഗ്രഹിച്ചത് എല്ലാവരും അനുഗ്രഹിക്കപ്പെടാനാ. അപ്പോൾ അനുഗ്രഹം അബ്രഹാമിൽ മാത്രം ഒതുങ്ങുന്നില്ല. അപ്പൊ ഞാനും നിങ്ങളും ദൈവസ്ഥലത്തിൽ ഏതെങ്കിലും തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടാൽ, കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം
9-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. സമ്പത്തുണ്ടാകും, സമൃദ്ധി ഉണ്ടാകും. പ്രോസ്പെരിറ്റി പുതിയ നിയമത്തിലുമുണ്ട്. പ്രോസ്പെരിറ്റി പുതിയ നിയമത്തിലുമുണ്ട്. ധനസമൃദ്ധി പുതിയ നിയമത്തിലുമുണ്ട്. എന്തിനു വേണ്ടിയാ? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് എന്നോട് തന്നെ പറഞ്ഞുകൊണ്ട് സുഖിച്ച് ജീവിക്കാനാണോ? അല്ല. പ്രോസ്പെരിറ്റി എനിക്ക് നൽകുന്നുണ്ടെങ്കിൽ അതിന്റെ പിൻപില് ദൈവത്തിന്റെ ഉദ്ദേശം വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കാനാ. എന്തുകൊണ്ടാ ഈ ധനവാന്മാർ സ്വർഗത്തിൽ പോകാത്തത്? കർത്താവുമായി ബന്ധപ്പെട്ട 3 സംഭവങ്ങൾ നമുക്ക് കാണാം. അവിടെ വരുന്ന 3 ധനികരും സ്വർഗത്തിൽ പോകത്തില്ലെന്ന് ഉറപ്പാണ്. ആ കാഴ്ചപ്പാട് വചനം നമുക്ക് നൽകുന്നുണ്ട്. എന്താ അവർ പോകാത്തതിന്റെ കാരണം? ആ ധനികർ എല്ലാവരും ഒരുപോലെ സ്വാർത്ഥന്മാരായിരുന്നു. ഒരുത്തൻ പറഞ്ഞത്, ഞാൻ എൻ്റെ കളപ്പുര പണിയും, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് ഞാൻ എന്നോട് തന്നെ പറയും. അല്ലേ? സഭയ്ക്കകത്ത് വന്നിരുന്ന് എൻ്റെ ആരോഗ്യം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, പിന്നെ എൻ്റെ ശരീരം, ഞാനും എൻ്റെ കുടുംബവും, എൻ്റെ വീട്ടിൽ ആഹാരം കുറയത്തില്ല. ഇതാ പ്രശ്നം. ദൈവം സമൃദ്ധി നൽകുന്നത് മറ്റുള്ളവർക്കും കൂടി പകരാൻ വേണ്ടിയാണ്. ആദിമ സഭയെപ്പറ്റി നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, മുട്ടുള്ളവർ ആരും അവർക്കിടയിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് സഭയെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കും. ധനസമൃദ്ധി സഭയ്ക്കും ഉണ്ടാകും. എന്തിനു വേണ്ടിയാ? മറ്റുള്ളവർക്ക് കൂടി അത് വാരി വിതറാൻ വേണ്ടിയാണ്. വാരി വിതരണമെങ്കിൽ അത്രയ്ക്കും ഉണ്ടാവണ്ടേ? അല്ലേ? അപ്പോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സമൃദ്ധി ഉണ്ട്, പക്ഷെ കഷ്ടപ്പാടില്ലെന്ന് പറയുന്നതാണ് തെറ്റ്. കഷ്ടത ഇല്ലെന്ന് പറയുന്നതാണ് ദുരുപദേശം. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, ഒരു പ്രലോഭനത്തിൽ നമ്മൾ അകപ്പെടുത്തി കളയാൻ ഇടയാകരുത്. നമുക്കൊരു പദവി തന്നാൽ, ഒരു ഉത്തരവാദിത്വം തന്നാൽ, അതിനെ ഒരു സ്ഥാനം മാത്രമായി ചിന്തിക്കാതെ അതൊരു ഉത്തരവാദിത്തമായി, അതൊരു ജോലിയായി, അതൊരു ദൗത്യമായി ഏറ്റെടുക്കണം. സമ്പത്ത് തന്നാൽ അതൊരു ദൗത്യമാണ്. നമ്മെ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ചാൽ അതൊരു ഉത്തരവാദിത്തമാണ്. എന്തുത്തരവാദിത്തമാണ്? എനിക്കറിയാം, തിരുവല്ലയിൽ ഒരു അച്ചായനുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവവചനം പഠിക്കാനൊക്കെ അവസരം ലഭിച്ചു. അങ്ങനെ പ്രായം ഞങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെങ്കിലും ഒത്തിരി നല്ല സുഹൃത്ത് ബന്ധമുണ്ട്. അവിടെ ചെല്ലുമ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അനേകം ആളുകൾ അവിടെ വരും. അദ്ദേഹം എടുത്തു കൊടുക്കുന്നത് കൈ നിറച്ചാണ് കൊടുക്കുന്നത്. 500 ആയിരിക്കും. ഒരു വ്യക്തിയുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൈ നിറച്ച് പറഞ്ഞു വിടും. എനിക്ക് തോന്നുന്നു ഒരു 8-10 വീടുകളെങ്കിലും അദ്ദേഹം പണിത് കൊടുത്തിട്ടുണ്ട്. അവിടെ ആ പരിസരത്ത് ഒരു 3000-4000 പേർക്കെങ്കിലും സഹോദരിമാർക്ക്, പാവപ്പെട്ട സഹോദരിമാർക്ക് തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരു ജീവിതം കൊണ്ട് എല്ലാം ചെയ്തു. ഇന്ന് 86-87 വയസ്സ് കണ്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തിനു വേണ്ടിയാണ് ദൈവം തരുന്നത്? സമൃദ്ധിയോടുകൂടിയാണ്, അല്ലെ? സംതൃപ്തിയോടുകൂടിയാണ് അദ്ദേഹം ആ വാർദ്ധക്യ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നത്. ദൈവം കൊടുത്തതെല്ലാം അദ്ദേഹം എപ്പോഴും പറയും. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെ ഓർത്ത് അദ്ദേഹം കരയാറുണ്ട്. പോകുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങളെ കൺവെൻഷൻ പോകുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട്, ബാല്യകാലം ഓർത്തിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പ്രയാസപ്പെട്ടിട്ടുണ്ട്. കയ്പ് ചീര പോലത്തെ ചെടിയുടെ ഇല പറിച്ചു കൊണ്ടുവന്ന് അത് പുഴുങ്ങി, അതിൻ്റെ ഗന്ധം അവർക്ക് സഹിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. ബാല്യത്തിൽ അരിയില്ല, അത് പുഴുങ്ങിയിട്ട് അത് കഴിക്കുമായിരുന്നു വിശപ്പടക്കാനായിട്ട്. അതിൽ ചേർക്കാൻ അല്പം ഉപ്പ് പോലും ഇല്ലാതെ ഭാരപ്പെട്ടിട്ടുണ്ട്. ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരും. എപ്പോഴൊക്കെ കാണുമോ അപ്പോഴൊക്കെ അദ്ദേഹം ജീവിതത്തിൽ ഈ പ്രതിസന്ധികളെ പറ്റിയൊക്കെ പറയും. അങ്ങനെ പ്രതിസന്ധി അനുഭവിച്ച വ്യക്തിയെ ദൈവം സാമ്പത്തികമായി അനുഗ്രഹിച്ചു. അദ്ദേഹം ഒരു നേരത്തെ ഭക്ഷണമല്ല ആളുകൾക്ക് വാങ്ങിക്കൊടുത്തത്, വീടുകൾ പണിതു നൽകുകയായിരുന്നു. എത്രയോ കുടുംബങ്ങൾ കത്താണിയായി മാറി. പ്രിയമുള്ളവരെ, പുതിയ നിയമസഭയിൽ ഒരു വ്യക്തിക്ക് ദൈവം സാമ്പത്തികമായ അനുഗ്രഹം നൽകിയാൽ അതിന്റെ പിന്നിലെ ഉദ്ദേശം ഈ പറഞ്ഞതാണ്. ഇതിപ്പോ നമ്മുടെ മുൻപിൽ ജീവിച്ചിരിക്കുന്ന ഞാൻ പറയുന്നത്, ഒരു വ്യക്തി ഒരു പ്രസ്ഥാനത്തെക്കാൾ വളർന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ എത്ര പ്രസ്ഥാനങ്ങൾ, എത്ര വീടുകൾ വെച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു വ്യക്തി
ഇത്രയധികം വീടുകൾ വെച്ച് നൽകിയെങ്കിൽ പ്രസ്ഥാനത്തെക്കാൾ അത് മനസ്സിന്റെ വിശാലതയാണ്. ദൈവം നൽകിയ അനുഗ്രഹത്തെ എത്ര കൃത്യമായി ഇത് വിനിയോഗിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. അവർ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവർ കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സ്വീകാര്യതയെ പറ്റി ഓർത്തേ. ഇവിടെ ഒരു ധനവാനെ പറ്റി നമ്മൾ വായിക്കുന്നു. അവന്റെ മുൻപിൽ കിടന്ന ലാസറിന്റെ അവസ്ഥ, അവന്റെ മേശയിൽ നിന്ന് വീണുന്ന എച്ചിൽ കൊണ്ടാണ് ലാസർ വിശപ്പടക്കിയത്. അങ്ങനെയാ ലാസറിനെ അവൻ പരിഗണിച്ചത്. അവൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവന്റെ അവസ്ഥ, അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന ധനവാനെ പറ്റി നമ്മൾ വായിക്കുന്നു, അല്ലേ? അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ പറ്റി നമ്മൾ വായിക്കുന്നു. പാതാളത്തിൽ കിടക്കുന്ന, യാതനാ സ്ഥലത്ത് കിടക്കുന്ന ഈ ധനികൻ പറയുന്നത് എന്താ? ലാസറിന്റെ വിരൽ മുക്കി എന്റെ നാവിനെ ഒന്ന് നനയ്ക്കണമേ. പ്രിയമുള്ളവരെ, അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. പക്ഷെ ഇവിടെ ജീവിച്ചത് എങ്ങനാ? കാരണം തനിക്ക് കൊടുത്ത സമ്പത്ത് തന്നിലൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു ഭൗമിക വസ്തുക്കളും നമ്മെ പ്രലോഭിപ്പിക്കരുത്. ഒരു ഭൗമിക സ്ഥാനമാനങ്ങളും നമ്മെ പ്രലോഭിപ്പിക്കരുത്, കീഴ്പ്പെടുത്തരുത്. വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, പദവികൾ ആഗ്രഹമുണ്ടോ? ആഗ്രഹിച്ചോളൂ. ആഗ്രഹിക്കേണ്ടെന്ന് പറയുന്നില്ല. അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുന്നവൻ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നാ ബൈബിൾ പറയുന്നത്. തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ലീഡർഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടോ? അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ടോ? നല്ല വേല ആഗ്രഹിക്കുന്നത് അത് കർത്താവിന്റെ വേലയാ. പക്ഷേ അത് അധികാര ദുർവിനിയോഗം ചെയ്യാനുള്ളതല്ല. അത് മനുഷ്യരെ ചേർത്ത് പിടിക്കാനുള്ളതാ. അത് മനുഷ്യന്റെ കൂടെ നടക്കാനുള്ളതാ. അത് മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയുള്ളതാ. അവനെ എല്ലാ നിലയിലും വളർച്ചയ്ക്ക് ഉതകേണ്ടതാണ്. പ്രിയമുള്ളവരെ, അപ്പൊ നമുക്ക് ലഭിക്കുന്ന പദവികൾ, നമുക്ക് ലഭിക്കുന്ന സ്ഥാനങ്ങൾ, നമുക്ക് ലഭിക്കുന്ന സമ്പത്ത്, ഭൗമികമായ എന്ത് സാഹചര്യങ്ങളും ആയിക്കോട്ടെ, അത് മറ്റുള്ളവർക്കും കൂടിയാണ് എന്ന തിരിച്ചറിവ്, അതെന്റെ ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവ്, എനിക്ക് നൽകുന്ന എല്ലാ നന്മകളിലും ഞാനൊരു ദൗത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ഞാൻ ഉത്തരവാദിത്തമുള്ളവനായി മാറുകയാണെന്ന തിരിച്ചറിവാണ് ആ ദൈവമക്കൾക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് ഭക്ഷണം കൊണ്ട് പ്രലോഭിപ്പിക്കരുത്. ഭൗമികമായ ഒരു സാഹചര്യങ്ങൾ കൊണ്ടും നമ്മെ ഒന്നിനും പ്രലോഭിപ്പിക്കാൻ ഇടയാകരുത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, വിഗ്രഹാർപ്പിതം കഴിക്കാമോ, അത് കഴിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്നവന്റെ ചിന്ത എന്നറിയാമോ? ഈ വിഗ്രഹം വെറും വിഗ്രഹമല്ലേ, അതിന് ജീവനുണ്ടോ? പിന്നെ ഞാൻ അതിൻ്റെ മുമ്പിൽ വെച്ചത് ഭക്ഷിച്ചാൽ എന്താ കുഴപ്പം? ഇതാണ് ഈ അറിവുള്ളവന്റെ ചോദ്യം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിന്റെ അറിവ് കൊള്ളാം, നിന്റെ അറിവ് കൊള്ളാം, നല്ല കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, വിഗ്രഹത്തിൽ എന്തെങ്കിലും ശക്തി ഉണ്ടെന്നൊക്കെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അല്ലേ? പോരാട്ടം, നാം എടുത്തു കഴിഞ്ഞാൽ പോരാട്ടം മാത്രം പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള കുറെ ബലഹീനരുണ്ട്. അപ്പോൾ ആ ബലഹീനരെ പരിഗണിക്കണം. എന്താ? ഒരു കാര്യം കൂടി ചിന്തിക്കണം, ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. അപ്പോൾ ആഹാരത്തിന്റെ പേരിൽ എന്ത് വേണ്ടെന്നാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? ഒരു തർക്കം വേണ്ട. എങ്ങനെയും കഴിച്ചോ, എവിടെ നിന്നും കഴിച്ചോ, സ്തോത്രം പറഞ്ഞ് കഴിച്ചോ, ഇതൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. എന്നാൽ കൃത്യമായ തന്റെ കൺക്ലൂഷൻ 10-ാം അധ്യായത്തിലാണ് താൻ പറയുന്നത്. നമുക്കത് പിന്നീട് ചിന്തിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത്, ആഹാരം കഴിച്ചത് കൊണ്ടോ കഴിക്കാതിരുന്നത് കൊണ്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല. ആത്മീയ കാര്യത്തെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ആത്മീയതയാണ് ഇവിടുത്തെ ചർച്ച. വിഗ്രഹാർപ്പിതം തിന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ, തിന്നാതിരുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? ഈ ചോദ്യത്തിന് അപ്പോസ്തലൻ പറഞ്ഞ മറുപടിയാണ്. ആത്മീകമായിട്ട് പ്രത്യേകിച്ച് ഭക്ഷണവുമായി യാതൊരു ബന്ധവും ഇതിനില്ല. അടുത്തത് 9-ാം വാക്യം, എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യെസ്, വിഗ്രഹാർപ്പിതം കഴിക്കുന്നത് തെറ്റാണോ? അപ്പൊ അടുത്ത ബുദ്ധി ചിന്തകളൊക്കെ വന്നു. ഇപ്പൊ ഞാൻ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ, അത് ഏത് വിഗ്രഹത്തിന് മുമ്പിൽ കൊണ്ടുവച്ചിട്ടാണ് കൊണ്ടുവരുന്നത് നമുക്കറിയാമോ? അറിയത്തില്ല. ഇത് കൃഷി ചെയ്ത് അങ്ങോട്ട് പാക്ക് ചെയ്ത് അങ്ങോട്ട് വിടുമ്പോൾ എങ്ങനെ ആയിരിക്കും ഇത് വിടുന്നത് നമുക്കറിയാമോ? എന്തൊക്കെ പൂജ ചെയ്തിട്ടാണ് വരുന്നത് നമുക്കറിയാമോ? ഇല്ല. ആർക്കൊക്കെ സമർപ്പിച്ചിട്ടാണ് ഇത് വരുന്നതെന്ന് അറിയാമോ? അറിയത്തില്ല. പണ്ട്
എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ചായക്കടകളിലൊക്കെ ഒരു കാര്യം കാണുമായിരുന്നു. പ്രത്യേകിച്ച് ഹൈന്ദവരുടെ ചായക്കടയിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു വിഗ്രഹം കാണും, ഒരു ഫോട്ടോ കാണും, അതിൻ്റെ മുമ്പിൽ ചെറിയൊരു സ്പേസും കൂടി കാണും. അപ്പോൾ അവർ വന്ന് രാവിലെ ആദ്യത്തെ ചായ നന്നായിട്ടൊരു ചായ അടിച്ചിട്ടൊരു ചായ കൊണ്ട് അവിടെ വെക്കും. അത് കഴിഞ്ഞിട്ടാണ് ഏത് ബന്ധക്കോസുകാരനും പോയി ചായ കുടിക്കുന്നത്. അതിന് ശേഷം അവിടെ ഒരെണ്ണം അവിടെ റെഡിയാണ്, അവിടെ അദ്ദേഹത്തിന് കൊടുത്തിട്ട് മാത്രമേ. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ഞാൻ പന്തിക്കിരിക്കുന്നത് ആദ്യം പന്തിക്കിരുന്ന ആളാരാ, അതിനുശേഷമാണ് പുറകെ ചെന്നിരിക്കുന്നത്. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ പോകുന്ന ആകപ്പാടെ അവസാനം ലോകം വിട്ട് പോകേണ്ടി ഇവിടെ ജീവിക്കാൻ പറ്റാതായി പോകും. അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റും, നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യണം. എത്രത്തോളം കൃഷി ചെയ്യും അല്ലേ? നമുക്ക് ആവശ്യമുള്ള സകല സാധന സാമഗ്രികളും നമ്മൾ തന്നെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ നിന്ന് ഉണ്ടാക്കണം. പറ്റുമോ? നടക്കത്തില്ല. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഈ ആഹാരമെല്ലാം ആത്മീയതയുമായിട്ട് ചേർത്ത് ബന്ധിപ്പിക്കരുത്. നിങ്ങളുടെ മുൻപിൽ വിളമ്പുന്ന എന്താണെങ്കിലും സ്തോത്രം പറഞ്ഞ് ഭക്ഷിക്കണം. മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ ആ ഭാവം കൂടി വായിക്കുന്നുണ്ട്. 9-ാം വാക്യത്തിൽ വായിച്ചത്, നിങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ബലഹീനന്മാർക്ക് അത് യാതൊരു വിധത്തിലും തടങ്കലായി വരാതിരിപ്പാൻ നോക്കുവിൻ. എങ്ങനെ ഈ ബലഹീനന് തടങ്കലാകുന്നത് വായിക്കാം. അറിവുള്ളവനായ നീ അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവന്റെ മനസാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറയ്ക്കയില്ലയോ? അപ്പൊ നമ്മൾ ചോദിക്കും, അറിവുള്ളവൻ ഓൾറെഡി ഭക്ഷണത്തിന് അവിടെ ഇരിക്കുകയല്ലേ, അവനെ കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ ബലഹീനനൊരുത്തൻ അവിടെ വന്നിരുന്ന് കഴിക്കുന്നതിനെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ അല്പം തെറ്റുപോലെ പരാമർശിക്കുന്നത്. എന്താ ഇതിനകത്തെ വ്യത്യാസം? അറിവുള്ളവന് കഴിക്കുകയും അറിവില്ലാത്തവന് കഴിക്കാതിരിക്കുകയും ചെയ്യണമെന്നാണോ? അങ്ങനെ തന്നെയാണ്. അതിന്റെ കാരണം എന്താണ്? ഈ ബലഹീനൻ, അവന്റെ പ്രശ്നം, അവൻ ഇന്നലകളിൽ ഈ വിഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മുമ്പോട്ട് പോയതായിരിക്കാം. അവന്റെ മനസ്സ് ഇതുവരെയും അതിനെപ്പറ്റിയുള്ള കൃത്യമായ അറിവിലേക്ക് വന്നിട്ടില്ല. അറിവിലെത്താത്തത് കൊണ്ട് മനസാക്ഷി എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറ്റം വിധിച്ചുകൊണ്ടേയിരിക്കും. ഇത് വെറും ഒരു തടിക്കഷ്ണമല്ലേ, ഇത് വെറും ഒരു മൺകട്ടയല്ലേ എന്ന് ചിന്തിക്കാനുള്ള അറിവിലേക്ക് അവർ എത്തിയിട്ടില്ല. ദൈവം ഒരുവനേ ഉള്ളുവെന്നും നമ്മുടെ കർത്താവാണ് നമ്മെ വീണ്ടെടുത്തതെന്നും ദൈവം ഒരുവനല്ലാതെ മറ്റൊരു ദൈവം ഇല്ലെന്നും ഇവിടെയുള്ള സകല വിഗ്രഹങ്ങളും അവയ്ക്ക് ജീവനില്ല എന്നും അവയ്ക്ക് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും വെറും മണ്ണോ മരമോ മാത്രമാണ് എന്നും വെറും മെറ്റൽ മാത്രമാണെന്നും ചിന്തിക്കാനുള്ള അറിവ് വന്നിട്ടില്ലാത്തവൻ ഭയത്തോടുകൂടെ സ്വന്തം മനസാക്ഷി കുറ്റം വിധിച്ചുകൊണ്ട് ഭക്ഷണത്തിന് ചെന്നിരിക്കും. അപ്പോൾ അവന്റെ മനസാക്ഷി അവനെ കുറ്റം വിധിക്കുകയാണ്. നീ പാപിയാ, നീ ചെയ്യുന്നത് തെറ്റാ, നീ ചെയ്യുന്ന പാപമാ. അപ്പൊ ഈ അറിവുള്ളവനോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുന്നു, അറിവുള്ളവനായ നീ ചെന്നിരിക്കുന്നത് നിനക്കറിയാം, ഈ ഭക്ഷണം കൊണ്ട് പ്രത്യേകിച്ച് ആത്മീയതയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് ശരീരത്തിന് വേണ്ടി മാത്രമുള്ളതാ, എൻ്റെ ആത്മാവിന് വേണ്ടിയുള്ളതല്ല ഞാൻ ഈ കഴിക്കുന്നത്. അത് സ്തോത്രം പറഞ്ഞ് ഞാൻ കഴിക്കുന്നു. പക്ഷേ ആ അറിവ് ഇവനില്ല. അവന്റെ മനസാക്ഷിയെ കുറ്റം വിധിച്ചുകൊണ്ട് പാപബോധത്തോടു കൂടി അവൻ ഭക്ഷിക്കുകയാണ്. അവനത് കൂടുതൽ അപകടകരമായി മാറും. അതുകൊണ്ട് അവൻ നിമിത്തം നീ എന്ത് ചെയ്യണം? 11-ാമത്തെ വാക്യം, ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു. എൻ്റെ അറിവ് എനിക്ക് നല്ലതാ, പക്ഷെ ഞാൻ അറിവ് പ്രകടമാക്കിയപ്പോ അത് കണ്ട വ്യക്തിക്ക്, എൻ്റെ സഹോദരൻ അവൻ ബലഹീനനാ, അവൻ എൻ്റെ അറിവിലേക്ക് എത്തിയിട്ടില്ല, അവൻ നശിച്ചു പോകുക. എൻ്റെ അറിവ് മുഖാന്തരം അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. സ്നേഹിത, നിന്റെ ഭക്ഷണം കൊണ്ട് നിന്റെ ബലഹീന സഹോദരന്റെ ആത്മീകത നശിക്കുമെങ്കിൽ ഭക്ഷണത്തിനകത്ത് കാര്യമൊന്നുമില്ല. പക്ഷെ നീ കഴിക്കുന്ന ഭക്ഷണം, നിന്റെ അറിവിൽ നീ ചെയ്യുന്ന പ്രവൃത്തി നിന്റെ സഹോദരന്റെ ആത്മീകത നഷ്ടപ്പെടുത്തി അവന്റെ സ്വർഗം നഷ്ടപ്പെടുത്തുന്നെങ്കിൽ നീ സൂക്ഷിക്കണം. നീ അത് വേണ്ടെന്ന് വെക്കണം. ആ സ്വാതന്ത്ര്യം വേണ്ടെന്ന് വെക്കണം. ആർക്ക് വേണ്ടിയാ? സഹോദരന് വേണ്ടിയാ.
നോക്കിക്കേ അടുത്ത വാക്യം, 12 വാക്യം. ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് അവരുടെ ബലഹീന മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. കണ്ടോ ഈ ക്രിസ്തീയ ഉപദേശത്തിന്റെ നൈർമല്യത കണ്ടോ, അതിന്റെ മനോഹാരിത കണ്ടോ? അപ്പോൾ നമ്മൾ ഈ തെറ്റല്ലാത്ത കാര്യം ഞാൻ ചെയ്യുന്നത് കൊണ്ട് എന്താ പ്രശ്നം? ഞാൻ സ്വതന്ത്രനല്ലേ? എനിക്ക് അധികാരമില്ലേ? ഞാൻ ഒറ്റപ്പെട്ട വ്യക്തിയല്ലേ? ഞാൻ എന്തിന് അവനെ പേടിക്കണം എന്ന് ചോദിക്കുമ്പോൾ അപ്പോസ്തലൻ പറയുന്നു, സ്നേഹമാണ് അവിടെ പ്രവർത്തിക്കേണ്ടത്, അറിവല്ല, നിന്റെ സ്വാതന്ത്ര്യമല്ല. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ആ സ്വാതന്ത്ര്യം ഞാൻ സ്നേഹത്തിൽ ചാലിച്ച് പ്രയോഗിക്കണം. എനിക്ക് അറിവുണ്ട്, ആ അറിവ് ഞാൻ സ്നേഹത്തിൽ ചാലിക്കണം. നോക്കിക്കേ, അങ്ങനെ ചെയ്താൽ ബലഹീനനെ പരിഗണിച്ചില്ലെങ്കിൽ അവൻ നിന്റെ അറിവ് കൊണ്ട് നശിച്ചു പോകുന്നു. അപ്പൊ അവന് വേണ്ടി നിന്റെ സ്വാതന്ത്ര്യം നീ ഒന്ന് വേണ്ടെന്ന് വെക്കണം. അവന് വേണ്ടി നിന്റെ അറിവ് നീ അവിടെ ഒന്ന് പരിമിതപ്പെടുത്തണം. അവന്റെ കൂടെ നിൽക്കണം. ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് അവരുടെ ബലഹീന മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്തു. ആകയാൽ ആഹാരം എന്റെ സഹോദരന് ഇടർച്ചയായി തീരുമെങ്കിൽ എന്റെ സഹോദരന് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല. നിലപാടാണ്, തീരുമാനമാണ്. നമ്മുടെ മാംസയോഗം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ മാംസയോഗമാണ്, അല്ലേ? മാംസയോഗം എന്നാണ് നമ്മൾ പറയുന്നത്. മാംസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മാംസം കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ബലഹീന സഹോദരന്മാരും നമ്മുടെ ഇടയിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മാംസം കഴിക്കുന്നതിന് ബുദ്ധിമുട്ടും വരുന്നില്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഓടി വന്ന് പറയുകയാണ് അത് വിഗ്രഹാർപ്പിതമാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? അതെനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്, ഞാൻ ഇതിനകത്തൊന്നും വിശ്വസിക്കുന്നില്ല, താൻ തൻ്റെ പാട്ടിന് പോടോ എന്നാണോ പറയേണ്ടത്? അല്ല, അറിയിച്ചവൻ നിമിത്തം. വായിക്കാമോ? 10-ാം അധ്യായം, അതുകൂടി നമുക്ക് വായിക്കാം. 10-ാം അധ്യായത്തിലേക്ക് വരാം. 14 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ആ യെസ് യെസ് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരു അപ്പത്തിന്റെ അംശികളാകുന്നുവല്ലോ. ഇടപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കി, യാഗങ്ങൾ പൂജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികളല്ലയോ? ഞാൻ പറയുന്നത് എന്ത്? വിഗ്രഹാർപ്പിതം വല്ലതും ആകുന്നു എന്നോ വിഗ്രഹം വല്ലതും ആകുന്നു എന്നോ? അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. മതി, കണ്ടോ? 8-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് എന്താണ്? വിഗ്രഹങ്ങൾ അതിന് ചെവി ഉണ്ടെന്ന് പറഞ്ഞാലും കണ്ണുണ്ടെന്ന് പറഞ്ഞാലും മൂക്കുണ്ടെന്ന് പറഞ്ഞാലും വായുണ്ടെന്ന് പറഞ്ഞാലും എല്ലാം കണക്കാം. അതുകൊണ്ട് അതിനെ വെറും മണ്ണായിട്ടും മെറ്റലായിട്ടും പാറയായിട്ടും മരമായിട്ടും ഒക്കെ കാണുന്നത് നിങ്ങളെ സംബന്ധിച്ചത് അത് പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾക്കറിയാം ദൈവം ഒരുവനാണ്. അതുകൊണ്ട് ഇനി എവിടെ ആരുണ്ടാക്കിയാലും എവിടെ കൊണ്ട് വെച്ച ഭക്ഷണമായാലും സ്തോത്രത്തോടു കൂടെ ഭക്ഷിക്കാൻ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഇവിടുത്തെ ചോദ്യം, ക്ഷേത്രത്തിനകത്ത് ഈ വിഗ്രഹങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ചന്തസ്ഥലത്ത് കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങളെക്കാൾ വിലക്കുറവാണ്. ക്ഷേത്രത്തിൽ ചെന്ന് ഭക്ഷണത്തിനിരിക്കാം, സൗജന്യമായിട്ട് ഭക്ഷണം കിട്ടും, അല്ലെങ്കിൽ വില കുറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാം. കാരണം യാഗാദി കർമ്മങ്ങൾ കഴിഞ്ഞ് ശേഷിച്ച ഭക്ഷണ സാധനങ്ങളാണ്. അപ്പം വിശ്വാസികളുടെ ഒരു ചോദ്യം, ഞങ്ങൾ അതിനകത്തൊന്നും വിശ്വസിക്കുന്നില്ല, അവിടെ ചെന്ന് ഇച്ചിരി വില കുറച്ച് മേടിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. കുഴപ്പമുണ്ടോ? അതിനാണ് പൗലോസ് അപ്പോസ്തലൻ മറുപടി പറയുന്നത്, അതുകൊണ്ട് പ്രിയന്മാരെ വിഗ്രഹാരാധന വിട്ടോടുവിൻ. നിങ്ങൾ വിവേകികളെന്ന് വെച്ച് ഞാൻ പറയുന്നു, വിവേചിപ്പിൻ. ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയുടെ കാര്യം പറയുക, തിരുവത്താഴത്തിൻ്റെ കാര്യം പറയുക. നമ്മൾ തിരുവത്താഴത്തിൽ ഒരുമിച്ച് പങ്കെടുക്കുന്നു. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ഒരേ അപ്പത്തിന്റെ അംശികൾ ആകുന്നുവല്ലോ. കണ്ടോ? ആ ശരിക്കുമുള്ള ഉപദേശത്തിലേക്ക് വരികയാണ്. തെറ്റെന്നും ശരിയെന്നും അല്ല പറയുന്നത്, അതിന്റെ മർമ്മം പറഞ്ഞു തരികയാണ്, അതിനകത്ത് ആത്മീക അർത്ഥം പറഞ്ഞു തരികയാണ്. തിരുവത്താഴത്തിൽ നമ്മൾ ഒരുമിച്ച് പങ്കെടുക്കുമ്പോൾ നമ്മൾ
ഇവിടെ മുറിക്കുന്ന അപ്പത്തിൽ നമ്മൾ എല്ലാവരും പങ്കാളികളാകുന്നു. അപ്പൊ നമ്മൾ ആരുടെ പങ്കാളികളാ? ക്രിസ്തുവിന്റെ കൂട്ടാളികളാണ് അല്ലെ? എങ്ങനെ വായിച്ചത്? അതുകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, ഒരേ അപ്പത്തിന്റെ അംശികൾ ആകുന്നുവല്ലോ. അപ്പൊ നമ്മൾ ഒരപ്പം മുറിച്ച് എല്ലാവരും കൂടെ ഭക്ഷിച്ചപ്പോൾ നമ്മൾ ആരായി മാറി? ഒരപ്പത്തിന്റെ അംശികൾ, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറി. അപ്പോൾ വേറെ എവിടെന്നെങ്കിലും കൊണ്ടുവരുന്ന അപ്പം നമ്മൾ ഭക്ഷിച്ചാൽ നമ്മൾ അതിൻ്റെയും കൂടി കൂട്ടാളികളാകുന്നു. അല്പം നഷ്ടം സഹിക്കാനാ പറയുന്നത്. 8-ാം അധ്യായത്തിൽ പറഞ്ഞ അതിന് ജീവനും ഒന്നും ഇല്ലായിരിക്കും, സ്തോത്രം പറഞ്ഞ് ഭക്ഷിച്ചോ. പക്ഷെ ഇത് തന്നെ തക്കമെന്ന് നോക്കിയിട്ട് എന്നാ പിന്നെ എല്ലാം അവിടെ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പോകുന്ന സാഹചര്യം, അല്ലെങ്കിൽ അതിനെ ലൈസൻസ് ആയിട്ട് എടുത്തു പോകുന്ന ആളുകളോട് പറയുന്നു, നിങ്ങൾ അവിടെ ചെന്ന് ഭക്ഷണത്തിനിരുന്നാൽ വില കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നാൽ നിങ്ങൾ ആരുടെയും കൂടെ കൂട്ടാളികളാകുകയാണ്, ഭൂതങ്ങളുടെ കൂട്ടാളികളും കൂടി ആകുകയാണ്. ഇനി ഇസ്രായേലിന്റെ കാര്യം കൂടി പറഞ്ഞു കൊടുക്കുക. 18-ാം വാക്യം, ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവീൻ, യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികളല്ലയോ? അപ്പം ഇസ്രായേലിനെ ഉദാഹരണമായിട്ട് പറയുക, യാഗപീഠത്തിൽ കൊണ്ടുവച്ചത് അവിടെ നിന്നെടുത്ത് ഭക്ഷിക്കുമ്പോൾ അവർ എന്തിന്റെ കൂട്ടാളികളായി മാറുന്നു? യാഗപീഠത്തിന്റെ കൂട്ടാളികളായി മാറുന്നു. അതുപോലെ വിഗ്രഹാർപ്പിതം വല്ലതുമാകുന്നു എന്നോ വിഗ്രഹം വല്ലതുമാകുന്നുവെന്നോ അല്ല. ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് ബലി കഴിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. കണ്ടോ ഉപദേശം? കണ്ടോ അതിനകത്തെ തെറ്റും ശരിയും ചോദിച്ചു പോയ അറിവുള്ളവരോട്, ജ്ഞാനികളോട്, തത്വജ്ഞാനികളോട് അപ്പോസ്തലൻ പറയുകയാണ്, ഇതിനകത്തെ ശരിയും ശരികേടുമല്ല നോക്കേണ്ടത്, കൂടെ ഇരിക്കുന്ന ബലഹീനനെ നോക്കണമെന്ന് ആദ്യം പറഞ്ഞു. ബലഹീനനെ പരിഗണിക്കണം. അവൻ അറിവില്ലാത്തവനാ, അവനെ ചേർത്ത് പിടിക്ക്, അല്ലെങ്കിൽ നിന്റെ അറിവ് അവനെ നരകത്തിൽ കൊണ്ടെത്തിക്കും. അപ്പൊ നീ മഹാപാപിയായി മാറും. അവന്റെ സ്വർഗവും പോയി, നിന്റെ സ്വർഗവും പോയി. അതുകൊണ്ട് അവന് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് 10-ാം അധ്യായത്തിൽ വന്ന് ഉപദേശം കൃത്യതയോടുകൂടി അവതരിപ്പിക്കുകയാണ്. തിരുമേശയിൽ അതിന്റെ അപ്പം ഭക്ഷിക്കുമ്പോൾ അതിന്റെ വീഞ്ഞിന്റെ ഒരു പങ്ക് നാം സേവിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടാളികളാകുന്ന പോലെ, ഇസ്രായേൽ മക്കൾ യാഗപീഠത്തിൽ നിന്ന് ഭക്ഷിച്ചപ്പോൾ അവർ യാഗപീഠത്തിന്റെ കൂട്ടാളികളായതുപോലെ, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചിട്ട് കൊണ്ടുവന്നതിനെ ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വിഗ്രഹങ്ങൾക്ക്, ഭൂതങ്ങൾക്ക് കൂട്ടാളികളാകുന്നു. നിങ്ങൾ അങ്ങനെയാകാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്ക് 21-ാം വാക്യം, കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. അല്ല നാം കർത്താവിന് ക്രോധം ജലിപ്പിക്കുന്നുവോ? അവനേക്കാൾ നാം ബലവാന്മാരോ? വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഇന്ന് ഈ ഭാഗം മാത്രമാണ്. 8-ാം അധ്യായത്തിൽ മറ്റു ചില ചിന്തകളുണ്ട്. 8-9 അധ്യായങ്ങളിൽ നമുക്ക് 10-ാമത്തെ അധ്യായം കൂടെ ചേർത്ത് വരുന്ന നാളുകളിൽ ചിന്തിക്കാം. ഇവിടെ നമുക്ക് ലഭിക്കുന്ന അതിപ്രധാനമായ ഉപദേശം നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് അറിവുണ്ട്. എൻ്റെ അറിവ് ഞാൻ എങ്ങനെ വിനിയോഗിക്കുന്നു? അറിവ് ഇങ്ങനെ വരണം അറിവ്. ഈ കാര്യത്തൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ തലനാരിഴ കീറണം, തലനാരിഴ കീറി പുറത്തു വരണം അറിവ്, അല്ലെ? റോമാലേഖനം പഠിപ്പിക്കുന്ന അറിവില്ലാത്തത് കൊണ്ട് ജനം നശിച്ചു പോകുന്നു. നിങ്ങൾ ദൈവശക്തിയെ അറിയാത്തത് കൊണ്ട് നശിച്ചു പോകുന്നു. കർത്താവ് പറഞ്ഞതാ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, രക്ഷാനിർണയത്തെ പറ്റി അറിവുണ്ടാവണം, രക്ഷയെപ്പറ്റി ബോധ്യമുണ്ടാകണം. ആ അറിവില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും, നമുക്ക് നമ്മെ തന്നെ നഷ്ടപ്പെടും. അപ്പോ വിഗ്രഹം ഏതുമില്ല, അതിന് തടിക്കഷ്ണമാ. എവിടെയൊക്കെ വിൽക്കുന്നു, എന്തൊക്കെ വരുന്നു, ഞാൻ വാങ്ങി കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എവിടെ നിന്നൊക്കെയാ വരുന്നത് നമ്മൾ അറിയുന്നില്ലല്ലോ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അറിയത്തില്ല, സ്തോത്രത്തോടു കൂടി ഭക്ഷിച്ചോ. അപ്പൊ അടുത്തൊരു ചോദ്യം കൂടെ വരുന്നു, എൻ്റെ കൂട്ടുകാരൻ എന്നെ വിരുന്നിന് വിളിച്ചാൽ എനിക്ക് പോകാമോ? ആ ഭാഗം നമ്മൾ വായിച്ചായിരുന്നോ? അതും കൂടെ ചേർത്ത് വായിക്കാം. ഇരുപത്തിയേഴാം വാക്യം, 10-ാം അധ്യായം 27-ാം വാക്യം.
യെസ്, ചിലരുടെയെങ്കിലും ഉള്ളിലൊരു ചോദ്യം വന്നിട്ടുണ്ടാവും. ഈ അടുത്തിടയ്ക്ക് ഒരാളെന്നോട് ചോദിച്ചു, എന്താ അവിശ്വാസികളിൽ ഒരുത്തൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ മുൻപിൽ വിളമ്പുന്നത് എന്തായാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവിൻ. അപ്പോൾ അവിശ്വാസിയായ ഒരാൾ വിളിച്ചാൽ വിളമ്പുന്ന ഭക്ഷണം ഏതായിരിക്കും? ഏകദേശം ഒരു ധാരണയുണ്ട് അല്ലേ? അവിശ്വാസിയായ ഒരാൾ വിരുന്നിനെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ വിളമ്പുന്ന ഭക്ഷണം സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടതായിരിക്കും. മതപരമായ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ അങ്ങനെ സ്നേഹബന്ധത്തിൽ ഒരാൾ വിളിച്ച് നിങ്ങൾ പോയാൽ, വിഗ്രഹത്തെപ്പറ്റി നിങ്ങൾക്ക് നല്ല ധാരണ ബോധ്യമുണ്ട്, നിങ്ങളുടെ മുന്നിൽ വിളമ്പുന്നത് എന്തുമായിക്കോട്ടെ, നിങ്ങളവിടെ പോയിട്ടുണ്ടെങ്കിൽ സ്തോത്രം ചെയ്ത് എന്താ എഴുതിയിരിക്കുന്നത് വായിക്കാമോ? എന്തായാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവിൻ. പക്ഷേ അടുത്ത വാക്യം, എങ്കിലും ഒരുവൻ യെസ് അപ്പൊ നോക്കിക്കേ, നിങ്ങളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചെന്താ, എന്താണെങ്കിൽ എന്താ, ഞാൻ എന്തായാലും വന്നു, എൻ്റെ മുമ്പിൽ വിളമ്പി, ഞാൻ സ്തോത്രം ചെയ്ത് ഭക്ഷിക്കുന്നു. വിഗ്രഹത്തെ പറ്റി എനിക്ക് നല്ല ധാരണയുണ്ട്, ദൈവം ഒരുവനേ ഉള്ളൂ, ഒരു ശക്തിയും എന്നെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. എന്നോട് കൂടെ ഉള്ളവൻ അവനോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. ഈ ധാരണയുള്ളവനെ സംബന്ധിച്ച് ഒന്നും മേടിക്കാനില്ല. പക്ഷേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നു, നമ്മളെ ഒന്നും അന്വേഷിക്കാതെ ഭക്ഷിക്കുക. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇത് വിഗ്രഹാർപ്പിതം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ, ആ പറഞ്ഞ ആളാരാ? ബലഹീനനാണ്. ആ വിഗ്രഹാർപ്പിതം എന്ന് ബലഹീനം പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണം? അറിയിച്ചവൻ നിമിത്തം, ആ അറിയിച്ച ബലഹീനൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും നിങ്ങൾ തിന്നരുത്. പിന്നെ അവിടെ ഇരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ അറിവിൽ പോയി നിങ്ങൾ ഭക്ഷണത്തിന് ഇരുന്നു. പക്ഷേ ബലഹീനായ സഹോദരൻ വന്ന് പറഞ്ഞു, നിങ്ങളെ കണ്ടു. അവൻ പറഞ്ഞു, സഹോദര ഇത് അവൻ്റെ മനസാക്ഷിയിലാണ് ഇത് പ്രശ്നം. സഹോദര ഇത് കഴിക്കരുത്, ഇത് വിഗ്രഹാർപ്പിതമാണെന്ന് അവൻ പറഞ്ഞാൽ അറിയിച്ച ആ അറിവ് നിമിത്തവും മനസാക്ഷി നിമിത്തവും കഴിക്കരുത്. ഈ മനസാക്ഷി ഏതാ? ആരുടെ മനസാക്ഷിയാ? മനസാക്ഷി എന്ന് ഞാൻ പറയുന്നത് തൻ്റെതല്ല, മറ്റവൻ്റെത്. എത്ര ആരുടെയാ? അറിയിച്ചവന്റെ മനസാക്ഷിയാ. നിന്റെ മനസാക്ഷി ഓക്കെയാ, നിന്റെ മനസാക്ഷി നിന്റെ അറിവിനനുസരിച്ച് വർക്കൗട്ട് ആകുന്നു, പ്രവർത്തിക്കുന്നത്. പക്ഷെ അറിയിച്ചവന്റെ മനസാക്ഷിയിൽ ഇത് മഹാപാപമാണ്. അറിയിച്ചവന്റെ മനസാക്ഷി നിമിത്തവും എന്ത് ചെയ്യരുത്? തിന്നരുത്. 30-ാമത്തെ വാക്യം, നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത സാധന നിമിത്തം ഞാൻ ദുഷിക്കപ്പെടുന്നത് എന്തിന്? ഇത് സ്വാഭാവികമായ ചോദ്യമാണ്. നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്ത് ഞാൻ അനുഭവിക്കുന്ന ഈ ഭക്ഷണം എൻ്റെ ഈ ബലഹീന സഹോദര നിമിത്തം ഞാൻ എന്തിനു ത്യജിക്കണം? ഇത് നമ്മുടെ ഉള്ളിൽ തികട്ടി വരുന്ന ഒരു ചോദ്യമാണ്. 31-ാം വാക്യം, ആകയാൽ നിങ്ങൾ തിന്നാലും യെസ്. അടുത്ത വാക്യം, യെസ്. പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. ഇവിടെ ഇപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടവൻ ബലഹീന സഹോദരനെ പ്രസാദിപ്പിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എല്ലാം കൊണ്ടും എല്ലാവരെയും പ്രസാദിപ്പിക്കുന്നു. യഹൂദനെ നേടേണ്ടതിന് അവരെ പ്രസാദിപ്പിക്കുന്നു, ജാതിയെ നേടേണ്ടതിന് അവരെ പ്രസാദിപ്പിക്കുന്നു. പാപം ചെയ്തുകൊണ്ടല്ല, പാപമല്ലാത്തൊരു കാര്യം, എൻ്റെ അറിവിൽ ശരിയാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ളൊരു കാര്യം, എൻ്റെ ബലഹീന സഹോദരന്റെ ബോധ്യ നിമിത്തം ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാക്കുകയാണ്. ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തെ മാറ്റിവെക്കുകയാണ്. ഞാൻ ഇതാ 9-ാം അധ്യായം 19 വായിക്കുന്നത്, ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി, അടിമയാക്കി. സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ മുന്നിൽ ചിലപ്പോൾ അടിയറവ് പറയേണ്ടി വരും. സഹിക്കണം, പൊറുക്കണം, വിട്ടുകൊടുക്കണം, ഉൾക്കൊള്ളണം, ചേർത്ത് പിടിക്കണം. ബലഹീനനെ ചേർത്ത് പിടിക്കണം. എന്റെ ഭക്ഷണം അവന്റെ സ്വർഗം ഇല്ലാതാക്കരുത്. എന്റെ സ്വാതന്ത്ര്യം അവന്റെ ആത്മീയത നശിപ്പിക്കരുത്. എന്റെ സഹോദരനെ ചേർത്ത് പിടിക്കാൻ അല്പമൊക്കെ നമുക്ക് സഹിക്കണം, അല്ലേ? അല്പമൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം, അല്ലെ? സഹനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ബലഹീനർ പലതരത്തിലാണ്. ഇവിടുത്തെ ബലഹീനൻ ആരാന്നറിയാമോ? അത്ഭുതപ്പെട്ടു പോകും.
സീനിയർ ബിലീവേഴ്സാണ്. പുതുതായിട്ട് വന്ന ജാതികളാണ് ഈ അറിവിൻ്റെ കാര്യം പറയുന്നത്. അവർ ഫിലോസഫേഴ്സാണ്, തത്വചിന്തകളൊക്കെ അറിയാവുന്നവരാ, പുതിയ ആളുകളാണ്. അവർ സഭയിലേക്ക് വന്ന് അവരെ വലിയ വലിയ ജ്ഞാനമൊക്കെ ഉള്ള മറ്റൊന്ന് പാരമ്പര്യമായിട്ട് അവരിങ്ങനെ വിഗ്രഹാർപ്പത്തെയൊക്കെ വല്ലാത്ത നിലയിൽ കണ്ടുവന്ന യഹൂദ സമൂഹം. അപ്പോൾ യഹൂദന്മാരിത് കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്, വലിയ പ്രശ്നമാണ്, അവർ പ്രശ്നം ഉണ്ടാക്കും. പക്ഷേ ജാതികളിൽ നിന്ന് വന്നവരെ സംബന്ധിച്ച് അവർ ലോകപരമായ അറിവും കൊണ്ട് ഇപ്പോൾ ആത്മീക അറിവും കൂടിയായി, രണ്ടും കൂടി ആയപ്പോൾ അവർ നല്ല പവർഫുള്ളാണ്. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ബലഹീനരെന്ന് പറയുന്നത് പുതിയ വിശ്വാസികളല്ല, പഴയ വിശ്വാസികളെ പറ്റിയാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, സഭാഗത്തിന് വരുമ്പോഴും ചിലപ്പോൾ ഒരു ശല്യമൊക്കെ തോന്നും ചിലരുടെ കാര്യങ്ങൾ കാണുമ്പോൾ, അല്ലേ? എന്ത് ചെയ്യാൻ പറ്റണം? അച്ചടക്കം അങ്ങ് പരിധി വിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് പിടിച്ചു നിർത്താം. അതല്ല എങ്കിൽ സഹിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒന്നങ്ങ് സഹിക്കണം. ചിലപ്പോൾ അവർക്ക് ഇച്ചിരി ആത്മീയ സന്തോഷം കിട്ടുന്നത് അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും. ബലഹീനരെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ്, നമ്മുടെ അറിവിനൊത്ത് അവർ വളർന്നില്ല എന്ന് പറഞ്ഞ് നമുക്കവരെ പരിധി വിട്ട് ശാസിക്കാനും പരിധി വിട്ട് നമുക്ക് സംസാരിക്കാനും പാടില്ല. അവരെ കൂടെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നമുക്ക് വേണമെന്ന് കർത്താവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. എൻ്റെ വാക്കുകൾ സമയം മുമ്പോട്ട് പോയതുകൊണ്ട് ഉപസംഹരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം. ഹല്ലേലൂയ.